അങ്ങനെ ഷെഫീന ബീബി കൊടുത്ത കേസിൽ പ്രയോജനം ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്ത് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചാൽ എടുക്കൂല. നമ്മളെ ഭയങ്കര വെല്ലുവിളിയും തറവിളിയും ഒക്കെയാണ്. എന്താണ് ഷെഫീന ബീവി ചെയ്ത കുഴപ്പം? വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു, സ്ത്രീപക്ഷവാദിയായി നിലകൊണ്ടു എന്നുള്ളതാണ് ഷെഫീന ബീവിയുടെ കുറ്റം. ഒരാളൊരു ക്രൈം ചെയ്ത് അത് കൂടെയുള്ളവനാണെങ്കിൽ പോലും വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കുന്ന യഥാർത്ഥ വ്യക്തിത്വ ബോധമുള്ളവരാണ്. അല്ലാതെ ആളുകളെ പിന്തുടർന്ന് ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതല്ല വ്യക്തിത്വം എന്ന് ഞാൻ പറയും. അപ്പോൾ എന്ത് ചെയ്താലും എൻ്റെ മകനെ പിടിക്കും. ഇപ്പം മെനങ്ങാന്ന് ലൈവിൽ എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് ഒന്ന് കുറച്ച് സ്നേഹമായിട്ട് ഇടപഴകി ഉടനെ മകനെതിരെ പുതിയ വീഡിയോസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അസൂയയ്ക്ക് മരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാനിപ്പോൾ വന്നിരുന്നു, ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ പെട്ടെന്ന് ക്വിക്ക് ആക്ഷനാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അതൊന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ മുമ്പ് അവർക്കെതിരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ നാളെ കഴിഞ്ഞിട്ട് കണ്ടോൺമെൻറ് സ്റ്റേഷൻ തിരുവനന്തപുരത്തേക്ക്, എൻ്റെ നാട്ടിൽ നിന്നാകുമ്പോൾ എനിക്ക് FIR ഇട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ FIR ഇട്ടില്ലെങ്കിൽ അപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക. കാരണം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ ഒന്ന് വിളിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഇതായിരിക്കാം, കറണ്ടൊക്കെ ഇപ്പോൾ നമുക്കും കറണ്ടില്ല, ഇന്നലെ രാത്രിയിൽ കറണ്ടില്ല. അപ്പോൾ 1 more day വെയിറ്റ് ചെയ്യുക, ഫോണൊന്ന് ഓണാകട്ടെ, എന്താണ് അവസ്ഥയെന്ന് അറിയട്ടെ, അപ്പുറത്തെ സൈഡും കൂടെ കേട്ടിട്ടേ നമുക്ക് FIR ഇടാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പം ഇന്നും കൂടെ ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ SP പരാതി കൊടുക്കും. ഞാനിത് CMB ഇട്ടാണെങ്കിൽ ഞാൻ ഈ കേസ് എടുപ്പിക്കും. കാരണം ഒരു കാര്യവുമില്ലാതെ നമ്മളായിട്ട് അവഹേളിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അവനും മറ്റൊരു പെണ്ണുമായിട്ടുള്ള ഇമ്മോറൽ വർക്ക് നമ്മുടെ വാട്സപ്പിൽ നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ അമ്മ സ്ഥാനത്തിലുള്ള ഒരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവൻ്റെ അമ്മയ്ക്ക് വയ്യാതെ കിടന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തതാണ്, തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ പേര് അവൻ കണ്ട ക്രൈം. അതിനാണ് നടന്ന് വൃത്തിയോട് പറയുന്നത്. അവൻ്റെ അമ്മ 5 രൂപ കിട്ടിയാൽ നടു റോട്ടി പൊക്കി കാണിക്കും, അതുകൊണ്ട് ഞാനും അതാണെന്നാണ് അവൻ പറഞ്ഞുണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനത് CAയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ ഇങ്ങനെ ഒരു വലിയ ഇതാണ് അവൻ പറയണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് അവൻ കാണിക്കണം. നമുക്കങ്ങനെ ഇപ്പം ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏകദേശം അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർ നോക്കുന്നില്ല, അവരവന് മാഡം ശരി ഓക്കെ നടപടി. ഞാൻ ഇതിന് മുമ്പ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ട് കൊണ്ടുവന്ന് കാണിക്കും. ഇന്നവരെ ഇവൻ്റെ പേര് പോലും ഞാൻ പറയും, 1 വർഷമായിട്ട് അവൻ പിന്തുടർന്ന് എന്നെ ആക്രമിക്കുകയാണ്. പിന്നെ ഇതിന് ചൂട്ട് പിടിക്കുന്നതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തനൂജ ആണ്. അപ്പോൾ തനൂജയ്ക്കെതിരെയും ഒരു പരാതി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഇതുവരെ ഞാൻ ഈ പെമ്പിള്ളർക്കെതിരെയൊന്നും കേസിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഞാൻ തനൂജ, സബീന, ഷെറിൻ ഇവർക്കൊക്കെ എതിരെ ഒരു റസീന, ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് കൂട്ടത്തോടു കൂടിയുള്ള ഒരു നമ്മളെ അറ്റാക്കാണ്. മറ്റവളുടെ അഡ്രസ്സ് ഇല്ല, ഒരു ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് അഡ്രസ്സ് എടുക്കാനാണ് എൻ്റെ ഒരു ശ്രമം. സോ നോക്കാം, വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഞാൻ അങ്ങനെ തന്നെ പോകും. ഞാൻ വെറുതെ വിടത്തില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വായ്ത്താളം അടിച്ചിട്ട് കാര്യമില്ല, ഇതിനൊക്കെ ക്വിക്ക് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു കുട്ടീനെ പരിചയപ്പെട്ടു കേട്ടോ, അപ്പോൾ റീസെൻ്റ്ലി നല്ല മോള്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ പബ്ലിഷ് ചെയ്യാം, ഇപ്പം ഞാൻ എന്തായാലും അത് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ നാൾ വഴി ഒന്ന് പറയാമെന്നാണ്. പിന്നെ ഇന്നലെയും മെനിങ്ങാന്നൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെയും സ്റ്റേഷനിൽ പോയിരുന്നു ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ. എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം കറണ്ട് നിശേഷമില്ല, എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ഇവിടെ കോട്ടയത്തൊക്കെ മിക്കവാറും എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് തോന്നുന്നു, കറണ്ടില്ല. മഴ ഭയങ്കര കടുത്ത് നിൽക്കുന്നത് കൊണ്ട് കറണ്ടില്ലെന്ന് തോന്നുന്നു. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റില്ല. രാത്രി ലേറ്റ് നൈറ്റൊക്കെ ഇടുന്നതാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം അപ്പോഴാണൊന്ന് സൈലൻ്റ് ആവും, അറ്റ്മോസ്ഫിയർ സൈലൻ്റ് ആയിട്ടില്ലെങ്കിൽ എനിക്കിങ്ങനെ മൈക്കൊന്നും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. അതാണ് ഞാൻ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ അത്രയുള്ള ഈ വിവരം ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഞാനിപ്പോൾ ഏറ്റുമാനൂർ സ്റ്റേഷനിലാണ് പോയത്. ബൈ ദ വേ, ഒരു VVIP അവിടെ കിടന്ന് കറങ്ങണതായിട്ട് ഇങ്ങനെ കേട്ടു, എന്തോ. ഏതായാലും അതിനെപ്പറ്റി ആരൊക്കെയോ ഒന്ന് കുറേ കമൻസും ഒക്കെ ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് അത് എനിക്ക് കൊണ്ടുവന്നിടരുത്, എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയാണ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നല്ലാതെ അതിനകത്ത് എനിക്കൊരു കമൻസും ഇല്ല, ഞാനില്ല, എനിക്ക് താല്പര്യമില്ല. നമുക്കിപ്പോൾ ആൾറെഡി നമ്മളെ ചെയ്യുന്നപ്പം എനിക്ക് ഒരുപാട് കൊടുക്കാമായിരുന്നു, ഒത്തിരി ഉണ്ട്. കാരണം എൻ്റെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ പബ്ലിഷ് ചെയ്യുക, എൻ്റെ മകനെ തിണ്ടിരുന്ന് ആക്രമിക്കുക, കുട്ടികളുടെ സ്കൂളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, എൻ്റെ ഇളയ മോൻ്റെ സ്കൂളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, എൻ്റെ മൂത്ത മോൻ ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കുക, എൻ്റെ ഉമ്മച്ചീരുടെ അടുത്ത് പോവുക, നാട്ടിൽ പോവുക, ഇല്ലാത്ത എല്ലാമൊക്കെ കാണിച്ചപ്പോഴൊക്കെ എനിക്ക് കേസ് കൊടുക്കാം, ട്രസ് പാസിന് കേസ് കൊടുക്കാം, ഒരുപാട് കൊടുക്കാം. ഞാൻ ചെയ്യാത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകെ മൊത്തം ചെളി മൂടി നിൽക്കുന്ന ഒരാളെടുത്ത് ഒരു ഉരുള ചെടിയും കൂടെ എറിഞ്ഞു കൊടുത്താൽ എന്ത് പ്രയോജനം? മൊത്തം ചെളിയിൽ നിൽക്കുന്ന ഒരാളാണ്, അതിനകത്ത് ഞാൻ കുറേ കൂടെ ചെളിവാരി എറിഞ്ഞ് എന്ത് പ്രയോജനം? എൻ്റെ സമയം പോകും, എൻ്റെ കയ്യിലേക്ക് ആ ചെളി പറ്റും.
എനിക്ക് അതിനുള്ള താല്പര്യമില്ല. ഞാൻ സ്വസ്ഥമായി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് നമ്മുടെ വഴി, നമ്മളെ എങ്ങനെയൊക്കെ താറടിക്കാനും തകർക്കാനും നോക്കിയോ നമ്മളതൊക്കെ റെസിസ്റ്റ് ചെയ്ത് മുന്നേറി വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മിനി എന്ന് പറയുന്ന ഒരു വ്ളോഗറുണ്ട്, ഇറ്റ്സ് മീ അങ്ങനെ എന്തരാണ് ആ പെണ്ണിൻ്റെ പേര്, എനിക്ക് അറിയത്തില്ല അത് കറക്റ്റ്. ആ പെണ്ണ് ഇരുന്നുകൊണ്ടൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വന്നാലും ഇങ്ങനെയാണ് അങ്ങനെയാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യം. എന്തായാലും ചുണക്കുട്ടി ഏറ്റുമാനൂരൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക കേട്ടോ, ചുണക്കുട്ടി എന്തിനാണ് അകത്ത് പോയെന്നൊക്കെ ഏറ്റുമാനൂരുകാർ പറഞ്ഞു തരും. അപ്പോൾ അത് പിന്നെ ഞാനും മോനും കൂടെ ഇത് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞും ഒക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയാം, ചിലർക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല, പെട്ടുപടിക്കട്ടെ, നമുക്കൊന്നും മിണ്ടാൻ പോകണ്ട, കാലം കാത്തിരിക്കാം, നമുക്ക് അത്രയേ ഉള്ളൂ. നാളിതുവരെ അങ്ങനെയാണ്. നമ്മളൊന്നും കുടുംബക്കാരുമായിട്ടോ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടോ എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ടോ ഒന്നും ഒരു പ്രശ്നത്തിലും പോകുന്നവരല്ല. മൗനമാണ് ഏറ്റവും നല്ല മരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്. അപ്പം അത് തന്നെ തുടരും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒന്നും പറയാൻ പോകണ്ട. എന്താണോ ഇത് മതം, അത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ കർമ്മഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മളെ ആരും അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കേസൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരും എന്നെ കോൾ ചെയ്യണമെന്നില്ല, എനിക്ക് മെസ്സേജ് അയക്കണമെന്നില്ല, എനിക്കിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ താല്പര്യവുമില്ല. പിന്നെ വേറെ എന്തൊക്കെയോ കുറേയധികം റൂമേഴ്സൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് വളരെ തിരക്കുകളായതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യാതിരുന്നത്. വരും ദിവസങ്ങളിൽ കിട്ടും. പിന്നെ ഒരു കാര്യം തന്നെ, കർണാടകയിൽ ആ ഒരു ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊന്ന് ഒത്തിരി പേർക്ക് അതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്, വക്കീൽ നോട്ടീസൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എനിക്കറിയില്ല, പക്ഷേ സൂക്ഷിക്കുക. അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ പണി കിട്ടുന്ന ഒരു ടൈമാണ് ഉള്ളത്. സൂക്ഷിച്ച് ചെയ്യുക എന്ന് മാത്രം പറയുന്നു. എനിക്ക് ഫുഡ് വന്നു. ശരി, എന്നാൽ താങ്ക് യു.